നമ്മുടെ ഒരു വിഷമം ദുഃഖം വരുമ്പോ നമ്മൾ ഓടി അണയേണ്ടത് പള്ളിയിലേക്കാണ്. പള്ളി നമ്മുടെ അഭയ കേന്ദ്രമാകണം. വീട് നമ്മുടെ അഭയ കേന്ദ്രമായതുപോലെ പള്ളി നമ്മുടെ അഭയ കേന്ദ്രമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, كان النبي صلى الله عليه وسلم إذا حزمه أمر فزع إلى المسجد وصلى ركعتين. حبيبنا رسول الله صلى الله عليه وسلم തങ്ങളുടെ പതിവ് സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇദാ ഹസമഹു അംറൻ, അല്ലാഹുവിന്റെ റസൂലിന് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ, ദുഃഖം വന്നു കഴിഞ്ഞാൽ, മനസ്സിലെന്തെങ്കിലും ഒരു വൈഷമ്യം നേരിട്ടാൽ, അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് പോവുകയാണ്. രണ്ട് റക്അത്ത് നിസ്കരിക്കുമേ എന്ന് സ്വഹാബത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ നബി തങ്ങൾ എന്താ ചെയ്യാ? നേരെ പള്ളിയിലേക്ക് പോകും, രണ്ട് റക്അത്ത് നിസ്കരിക്കും, പടച്ചവനോട് വിഷമം പങ്കിടും. നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹുവായിട്ടുള്ള മുനാജാത്താണല്ലോ. ആ നിസ്കാരത്തിൽ തന്നെ വിഷമങ്ങളും ദുഃഖങ്ങളും വിരഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയാം. പക്ഷെ മലയാളം ഉച്ചരിക്കാൻ പാടില്ലെന്നുള്ളൂ. സുജൂദിൽ കിടന്നിട്ട് എല്ലാ വിഷമങ്ങളും മനസ്സുകൊണ്ട് റബ്ബിനോട് പറയാം, മനസ്സുകൊണ്ട് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്ത് വിഷമവും ദുഃഖവും നിനക്ക് പറയാം നാഥനായ റബ്ബിലേക്ക്. ഇതിനാണ് നിസ്കാരം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്നൽ അംബിയാ യഫ്സഊൻ ഇദാ ഹസമഹും അംറുൻ യഫ്സഊന ഇലസ്സലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുൻ കഴിഞ്ഞു പോയതാകുന്ന സർവ്വ അമ്പിയാക്കളും മഹത്തുക്കളുമെല്ലാം അവരുടെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ സ്വഹാബ ഞാൻ ഈ ചെയ്യുന്നത് പോലെ അവർ നമസ്കാരത്തിലേക്ക് കടന്നു വരുമായിരുന്നു, അല്ലാഹുവിനോട് പറയുമായിരുന്നു. ഞാൻ ഈ ചെയ്യുന്നത് മുൻഗാമികളാകുന്ന അംബിയാ മുർസലീങ്ങളുടെ ചര്യ. അവർക്കും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അവരും നേരെ ചെല്ലുന്നത് നിസ്കരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവരുടെ നിസ്കാരത്തിന്റെ രൂപവും കോലവും നമ്മുടെ നമസ്കാരത്തിന്റെ ശൈലി പോലെയല്ല. മുൻ കഴിഞ്ഞു പോയതാകുന്ന അംബിയാ മുർസലീങ്ങൾക്ക് നൽകപ്പെട്ടത് നമ്മുടെ നമസ്കാരത്തിന്റെ രൂപവും ഭാവവും കോലം പോലെ 5 വഖ്ത് നമസ്കാരം, 5 ടൈമിൽ ഇത്ര റക്അത്ത്, സുബ്ഹി 2, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4 എന്നീ തർത്തീബിലല്ല. അതിന് വ്യത്യാസമുണ്ട്, കോലവും രൂപവും ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ നമസ്കരിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ ധാരാളം വിശദീകരിക്കുന്നുണ്ട്. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല, ഒരുപാട് ആയത്തുകൾ ഓതേണ്ടി വരും. ഞാൻ മുമ്പ് അത് പറഞ്ഞത് നമസ്കാരം എന്നുള്ള വിഷയം ഞങ്ങൾ യൂട്യൂബിലൊന്ന് പരതിയാൽ മതി. അംബിയാ മുർസലീങ്ങൾക്ക് നമസ്കാരം ഉണ്ടായിരുന്നു എന്ന് സുബൂത്താക്കുന്ന ആയത്തുകളും ഹദീസുകളും ധാരാളം. അപ്പൊ അതിലേക്ക് പോകുന്നില്ല, ഒരുപാട് ആ വിഷയം പറഞ്ഞത്. എല്ലാ അംബിയാ മുർസലീങ്ങൾക്ക് നമസ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ ആ നമസ്കാരത്തിന്റെ രൂപവും ഭാവവും വ്യത്യാസമുണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ 5 ടൈമിലായി, 5 വഖ്തുകളിലായി ഈ രൂപത്തിലും ഭാവത്തിലും റുകൂഉ, സുജൂദ് എന്നീ തർത്തീബിലുള്ളതാകുന്ന നമസ്കാരം അത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് മാത്രമുള്ള, അത് നമുക്കുള്ള ഖുസൂസിയത്ത്. ചെറിയ കാര്യമല്ല, വലിയ അമല. അല്ലാഹുവിലേക്കുള്ളതാകുന്ന അടുക്കാൻ നമുക്ക് സാധിക്കണം. അടുക്കുക എങ്ങനെയാണ്? ഈ നമസ്കാരത്തിലൂടെ അടുക്കുള്ളൂ. ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു പറഞ്ഞതായി രേഖപ്പെടുത്തുകയാണ്, യതഖറബു ഇലയ്യൽ അബ്ദു ബിന്നവാഫിലി. സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട്, സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട് എന്നിലേക്ക് എന്റെ അടിമകൾ കടക്കാൻ സാധിക്കുമേ എന്ന് അല്ലാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി. കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി وبصره الذي ويده الذي يبطش بها ورجله الذي يمشي بها.
ഞാൻ അവന്റെ കണ്ണാകും, അവന്റെ കാതാകും, അവന്റെ കയ്യാകും, ഞാൻ അവന്റെ കാലാകും. ഹദീസ് വിശാലമാണ്. പറഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് അടുത്തടുത്തടുത്തടുത്ത് വിലായത്തിന്റെ മർത്തബയിലേക്ക് അവൻ എത്താൻ സാധിക്കും. നമസ്കാരം ഫർള് മാത്രമല്ല, ഈ 5 വഖത്ത് ഫർള് മാത്രമല്ല, അതിനു മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ ശ്രദ്ധിക്കണം. ഫർളായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് ശ്രദ്ധിക്കണം. സുബഹിക്ക് മുമ്പുള്ളതാകുന്ന 2 റക്അത്ത് സുന്നത്ത് വളരെയേറെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അലം നശ്റഹി എന്ന സൂറത്ത് 1-ാമത്തെ റക്അത്തിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്നതാകുന്ന സൂറത്ത് അതിനോടൊപ്പം ചേർത്തുകൊണ്ട് 1-ാമത്തെ റക്അത്തിൽ തന്നെ ഓതുകയും 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീൽ എന്ന സൂറത്തിനോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് കൂടി ഓതി ആരെങ്കിലും 2 റക്അത്ത് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കരിച്ചാൽ ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസം ഒരു വിഷമമോ ഒരു ദുഃഖമോ ഒരു പ്രയാസമോ അവൻ ഉണ്ടാവുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഭയങ്കര ശ്രേഷ്ഠതയാണ്. മാഷാ അല്ലാഹ്, ഇത് പ്രഭാഷണം നടത്തി പല സ്ഥലങ്ങളിൽ ഞാൻ ഈ വിഷയം ഓർമ്മപ്പെടുത്താറുണ്ട്. കാരണം ധാരാളം സഹോദരിമാർ ഇത് അമൽ ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ വിജയം കൈക്കൊണ്ടത് ഇന്നും വിളിച്ച് സന്തോഷം പങ്കുവെക്കുന്ന ധാരാളം ആളുകൾ. ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ വിഷമമില്ല, പ്രയാസമില്ല, സന്തോഷകരമായ ജീവിതം. രാവിലെ പ്രഭാതത്തിൽ അവ്വൽ സുബഹിക്ക് എഴുന്നേറ്റ് സുബഹി ബാങ്ക് വിളിക്കുമ്പോ 2 റക്അത്ത് സുന്നത്ത് വീട്ടിൽ തന്നെ നിസ്കരിക്കുക. വീട്ടിലാണത് സുന്നത്ത് നിസ്കരിക്കേണ്ടത്. വീട്ടിൽ സുന്നത്ത് നമസ്കാരം കൊണ്ട് നിങ്ങൾ ബറക്കത്ത് ഉണ്ടാക്കണം. അക്രിം സ്വലാത്ത് അക്രിം ബുയൂതകും ബിബഅദി സ്വലാത്തികും ശഫീഉനാ റസൂലുള്ളാഹി. വീട്ടിൽ നിങ്ങളുടെ നമസ്കാരങ്ങൾ കൊണ്ട് വീട് ബറക്കത്ത് ഉണ്ടാക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സുന്നത്ത് നിസ്കരിക്കുക. നബി തങ്ങളുടെ ചര്യ അതാണ്. വീട്ടിൽ സുന്നത്ത് നമസ്കരിക്കുക, വീട്ടിൽ ഖുർആൻ ഓതണം. അപ്പൊ 2 റക്അത്ത് സുന്നത്ത് സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു. നിയ്യത്തിൽ കൈകെട്ടി ഫാത്തിഹ അലം നശ്റഹ് സൂറത്ത് 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അതിനോടൊപ്പം 2-ാമത്തെ റക്അത്തിലേക്ക് വന്നു ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ സൂറത്തുൽ ഫീൽ ഓതുക. അതിനോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് നിസ്കരിക്കുക. ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമൻ മൻ സല്ലാ സുന്നതൈ സുബ്ഹി ബി അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമൻ. ആരെങ്കിലും സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് അലം എന്ന് തുടങ്ങുന്ന സൂക്തം കൊണ്ട് നമസ്കരിച്ചവരുണ്ടോ, അന്നത്തെ ദിവസം ഒരു വിഷമവും ഒരു പ്രയാസവും അവനുണ്ടാവുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്രത്തോളം ഈ ആയത്ത് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ബാസൂറിന്റെ അസുഖം, മൂലക്കുരുവിന്റെ അസുഖം, ഫിസ്തുര ഉള്ളവർ ശ്രദ്ധിച്ചോ, അവരെല്ലാ ദിവസവും ഈ സൂറത്ത് ഓതി നമസ്കരിക്കുന്നവൻ ഈ ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അവന് ആ രോഗം ഉണ്ടാവൂല. അല്ലാഹു ശിഫ നൽകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു അത്തരത്തിലുള്ള രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹിന്റെ ഹദീസാണ്, അത് വെച്ച് അമൽ ചെയ്യുക ചെറിയ കാര്യമല്ല, ഭയങ്കര ശ്രേഷ്ഠതയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു വിഷമോ ഒരു ദുഃഖമോ ഒരു പ്രയാസമോ ഉണ്ടാവുകയില്ല. ഇത് ചെയ്തു നോക്കിയെങ്കിലും അറിയുള്ളൂ. ഒരു 15 ദിവസം ഈ രീതിയിൽ നിസ്കരിച്ച് നോക്കാം, അപ്പൊ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വരുന്നവരൊന്നും മുമ്പോട്ടിരുന്നാൽ റാഹത്താവും. ഇനിയും വരുന്നവർക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഫിൽ ചെയ്തോട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എത്ര താല്പര്യത്തിൽ മുമ്പോട്ടിരിക്കുന്നു അതനുസരിച്ച് അല്ലാഹു സ്വർഗ്ഗത്തിൽ സീറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല സൂപ്പർ ബാങ്കാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ ബാങ്ക് കേട്ടാൽ തന്നെ നമുക്ക് എന്തെങ്കിലും പള്ളിയിലോട്ട് പോകാൻ തന്നെ തോന്നും അല്ലേ? റാഹത്തല്ലേ? റാഹത്താണെന്നുള്ളവർ എത്ര പേരുണ്ട്? കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ.
കുറച്ചു പേർക്ക് കാലത്ത് കുറവുണ്ടെന്ന്. അല്ലാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. മാഷാ അല്ലാഹ്. അപ്പൊ എല്ലാ ദിവസവും സുന്നത്ത് നമസ്കാരം നമ്മൾ നിത്യമാക്കണം. സുബഹിയുടെ സുന്നത്ത്, ളുഹറിന് മുമ്പുള്ള സുന്നത്ത്, ളുഹറിന് ശേഷമുള്ള സുന്നത്ത്. അർബഅൻ ഖബല ളുഹ്രി വ ബഅദഹു. ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 4 ഉണ്ട്. അസറിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. മഗ്രിബിന് ശേഷം 2 റക്അത്ത് ശക്തിമത്തായ സുന്നത്തുണ്ട്. ആരും ശ്രദ്ധിക്കാറില്ല. ഇശാഇന് ശേഷമുള്ള സുന്നത്തും ശക്തിമത്തായ സുന്നത്തും. 12 സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുണ്ട്. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത്, മഗ്രിബിന് ശേഷമുള്ളതാകുന്ന സുന്നത്ത്, ഇശാഇന് ശേഷമുള്ളതാകുന്ന 2 റക്അത്ത് സുന്നത്ത്. ഈ സുന്നത്തുകൾ കൃത്യമാക്കി ഒരു വ്യക്തി നമസ്കരിച്ചു പോയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ സുന്നത്ത് നിസ്കരിക്കുന്നവൻ എന്താ നിസ്കരിച്ചിരിക്കണം? ഫർള് നിസ്കരിക്കണം. അല്ലാതെ ഈ സുന്നത്ത് മാത്രം പോരാ. ളുഹറിന് മുമ്പുള്ള 4 റക്അത്തും ളുഹറിന് ശേഷമുള്ള 4 റക്അത്ത് സുന്നത്തും നിത്യമായി നമസ്കരിച്ചാൽ നരകം അല്ലാഹു അവൻ ഒഴിവാക്കി കൊടുക്കുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി. ഒക്കെ ഹദീസാണ്. ഓതാൻ നമ്മയില്ലാതെ ധൃതി പറഞ്ഞു പോകുന്നത് ഒക്കെ ഹദീസാണ്. ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത്, ളുഹറിന് ശേഷമുള്ളതാകുന്ന 4 റക്അത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ഫർള് നിസ്കരിക്കുന്നവർക്കായി പറയുന്നത് കേട്ടോ. ഫർളില്ലാത്ത ഹൈവാനോട് പിന്നെ ഇത് എത്ര ഹദീസ് ഓതിട്ട് എന്താ കാര്യം? 4 റക്അത്ത് ഫർള് ളുഹറില്ലാത്തവനോട് ളുഹറിന് മുമ്പുള്ള 4 റക്അത്തിനെ പറ്റി മഹത്വം പറഞ്ഞിട്ട് യാതൊരു കാര്യവും. ഫർള് നമസ്കാരം നിത്യമാക്കി കൊണ്ടുപോകുന്നവർക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളാണ് ഈ പറയുന്നത്. സുന്നത്തിലൂടെ അടുക്കാൻ പറ്റും. റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതൊക്കെയാണ്. അല്ലാതെ വേറെ വഴിയില്ല. നമസ്കാരത്തിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ജുദ് വഖ്തരിബ്. പിന്നൊരു അടുത്ത മാർഗം സുജൂദിലൂടെ അടുക്കാം. വസ്ജുദ്, നീ സുജൂദ് ചെയ്യണം. വഖ്തരിബ്, റബ്ബിലേക്ക് നീ അടുക്കണം. എങ്ങനെ അടുക്കാം? എങ്ങനെ കൂടുതൽ അടുക്കാൻ പറ്റും? സുജൂദിൽ അടുക്കാൻ സാധിക്കും. അപ്പൊ സുന്നത്ത് ഫർദ് നമസ്കാരത്തോടൊപ്പം സുന്നത്തുകൾ അധികരിപ്പിക്കുക. അത് സുന്നത്ത് നമസ്കാരങ്ങൾ പെടും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതാകുന്ന തിരുസുന്നത്തുകളെല്ലാം പെടും. അതെല്ലാം എടുക്കുന്നതിനോടൊപ്പം തന്നെ നമസ്കാരത്തിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന വേളയിൽ, സുന്നത്ത് നമസ്കാര വേളയിൽ സുജൂദിൽ ഒരല്പനേരം കിടക്കുക. വെറുതെ കിടന്നാ പോരാ, അവിടെ ദിക്റുണ്ട്. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി 3 പ്രാവശ്യം പറഞ്ഞു അല്ലേ? പിന്നീട് അധികരിപ്പിക്കേണ്ടത് ഏതാണ്? اللهم لك سجدت وبك آمنت ولك أسلمت خشع لك سمعي وبصري ومخي وعظمي وعصبي وما استقلت به قدمي. റുക്കൂയിലുണ്ട് ഇതേപോലെ, സുജൂദിലുണ്ട്. റുക്കൂയിലാവുമ്പോൾ അല്ലാഹുമ്മ ലക റകഅതു, നിനക്ക് വേണ്ടി ആ റുക്കൂഅ് ചെയ്തു. സുജൂദിലാവുമ്പോൾ അല്ലാഹുമ്മ ലക സജദതു, നിനക്ക് ഞാൻ സുജൂദ് ചെയ്തു. ഈ വാക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. اللهم لك سجدت وبك آمنت ولك أسلمت خشع لك سمعي وبصري ومخي وعظمي وعصبي وما استقلت به قدمي. ذكر رسول الله صلى الله عليه وسلم തങ്ങൾ ചെയ്ത ദുആ. നീ ഈ ദുആ എന്ന് അറിയില്ലേ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നിനക്ക് ദുആ ചെയ്യാം. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റഷദാ. ഖുർആനിലുള്ള എല്ലാ ദുആകളും നിനക്ക് ദുആ ചെയ്യാം. നിനക്കറിയാവുന്ന സുന്നത്താക്കപ്പെട്ടതാകുന്ന ദുആകൾ അറബിയിൽ ചെയ്യണമെന്ന് മാത്രം, മലയാളത്തിലാകാൻ പാടില്ല. പടച്ചവനെ നമുക്ക് കാത്തോണേ എന്ന് പറഞ്ഞ അറാബായി കാരം പോയി എല്ലാം വീട്ടിൽ പോയാൽ മലയാളം പറയാൻ പാടില്ല. അറബിയിൽ നിനക്കെന്നും പറയാം. നിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിനോട് നിനക്ക് ഇറക്കി വെക്കാം. സുജൂദിൽ ഒറ്റയ്ക്കുള്ള സുന്നത്ത് നിസ്കരിക്കാൻ ഇമാമിനോടൊപ്പം ആണെങ്കിൽ ഇമാമ് വീട്ടിൽ പോയിട്ടുണ്ടാവും, സലാം വീട്ടിട്ട് നിന്നെ കാത്തിരിക്കത്തൊന്നുമില്ല. സുജൂദിൽ കിടന്ന് ഇതെല്ലാം പറഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോ യാ അല്ലാഹ് എല്ലാം കഴിഞ്ഞു. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹു തൗഫീഖ് തരട്ടെ. 4 ആള് കാണുക, കുറെ നേരം സുജൂദിൽ കിടക്കാനും അല്ലേ പറയാം. നമ്മുടെ വീട്ടിൽ പോയി സുന്നത്ത് നിസ്കരിക്കുന്ന വേളയിൽ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമുണ്ട്. ദുഹാ നമസ്കാരമുണ്ട്.
മഗ്രിബിനും ഇശാഇനും ഇടയിലുള്ള അവ്വാബീൻ എന്ന് പറയുന്ന സുന്നത്ത് നമസ്കാരം 6 റക്അത്ത് പഠിപ്പിക്കുന്നു. വിത്ര നമസ്കാരം 11 റക്അത്തുണ്ട്. അങ്ങനെ സുന്നത്ത് എടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. യാത്രക്കാരൻ ഏത് ചെറിയ യാത്ര പോയാലും 2 റക്അത്ത് സുന്നത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. യാത്ര പോവാൻ ആ യാത്ര പോകുമ്പോഴത്തേക്ക് നീ ഇവിടുന്ന് കാസർഗോഡൊക്കെ പോവാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് യാത്ര പോയി. ആ യാത്രയിൽ വലിയ ബറക്കത്ത്. ഉസല്ലി സുന്നത്ത സഫരി റക്അത്തൈൻ ലില്ലാഹി തആല. 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. വുദൂഅത്ത് ഖിബലക്ക് അഭിമുഖമായിരുന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് രണ്ടാമത്തെ റക്അത്തിലും ഓതി നിസ്കരിക്കാൻ. യാത്രയിൽ ഖൈറുണ്ടാവും. മക്കള് പരീക്ഷയ്ക്ക് പോവാൻ, സ്കൂളിലേക്ക് പോവാൻ, നീ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ദുനിയാവിന്റെയും ആഖിറത്തിന്റെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിക്കോ, ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന വേളയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഇങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമാണ്. നമുക്ക് പലതും അറിയാം, പലതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാത്തിലും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരം തഹജ്ജുദ് എന്ന് പറയുന്ന മഹനീയമായ സുന്നത്ത് നമസ്കാരം. രാത്രിയിൽ 2 റക്അത്ത് സുന്നത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് വേണം ഈ നമസ്കാരം വേണം. രാത്രി അർദ്ധരാത്രിക്ക് ശേഷം ഉറങ്ങി എഴുന്നേറ്റിട്ട് ഒരൽപ്പം ഒന്ന് ചെറിയൊരു ഉറക്കമാണെങ്കിൽ മതി. ഉറങ്ങുന്നതിന് തഹജ്ജുദ് ഉറങ്ങാത്തവനില്ല. ഉറങ്ങി എഴുന്നേൽക്കുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അത് ഏറ്റവും ചുരുങ്ങിയത്. ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാം. അൽഹംദുലില്ലാ, കഴിയുന്നവർ അങ്ങനെ ആയിക്കോട്ടെ. ബാങ്ക് വിളിക്കുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ സാധിച്ചെങ്കിൽ മാഷാ അല്ലാഹ് ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസം നുകരുന്ന മക്കളാണോ, വിദ്യ അവർ നുകരുന്നതിൽ അവൻ അഭിവൃദ്ധി പ്രാപിക്കും. വീട്ടിൽ കുടുംബം നോക്കുന്നതാകുന്ന ഭാര്യയാണോ കുടുംബിനിയാണോ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. ഭർത്താവ് പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുകയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. ഭാര്യ ഇവിടെ രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യണം, അല്ലാഹു കബൂലാക്കട്ടെ. ഭർത്താവ് എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, തന്റെ മക്കൾക്ക് വേണ്ടിയും ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഒക്കെ ദുആ ചെയ്യുന്നു. ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. അങ്ങനെ ചെയ്തു നോക്ക്. നിങ്ങൾ അന്യമതത്തിലാകുന്ന സഹോദരങ്ങൾ ഇത് ശ്രദ്ധിച്ചു നോക്കി. രാവിലെ 4:30 മണിയാവുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അവരുടെ ദേവാലയങ്ങൾ പോകേണ്ടവർ അതിന് പോകുന്നുണ്ടോ? നമ്മുടെ പള്ളിയിൽ അല്ലാഹ് പറ്റുവരുത്തനില്ല. വരികാണത്തിന് കുളിക്കത്തുമില്ല, നനയ്ക്കത്തില്ല. പെരുന്നാളിലന്ന് മാത്രമാണ് കുളിച്ചു വരുന്നത്. അല്ലാത്ത ഒറ്റ പെരുന്നാളിലന്ന് പറയുന്നത് ശരിയല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചോ. ആരാണ് കൃത്യമായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ? വസ്ത്രവിധാനത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുന്നവർ. നാഥനായ റബ്ബിന്റെ മുന്നിൽ നിൽക്കാൻ പോവുകയാണെന്നുള്ള ചിന്ത നമുക്കുണ്ടോ? അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണമെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടോ? നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നതാകുന്ന സഹോദരിമാരുടെ മുസല്ല ഒന്ന് ശ്രദ്ധിക്കും. അവരുടെ നിസ്കാര കുപ്പായി ഒന്ന് നോക്കി. 81 ഗൾഫിൽ പോയിട്ട് വന്നപ്പോ ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത മുസല്ലയാണ്. തീരെ മുക്കി അതൊരു കോലത്തിലായി. അതൊന്നും മാറ്റാറില്ല. നല്ല വസ്ത്രം നമുക്കില്ല അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ. ബാക്കി കല്യാണത്തിനും ആർഭാടങ്ങൾക്കും ക്ലോസറ്റിൽ നിന്ന് കേക്ക് തോണ്ടി നാക്കിലേക്ക് വെക്കാനും ഒക്കെ ഇഷ്ടം പോലെ വസ്ത്രങ്ങളും വസ്ത്രവിധാനവും ഒക്കെ നമുക്കുണ്ട്. അപ്പൊ കല്യാണത്തിന്റെ വിഷയങ്ങൾ നടക്കുന്നില്ല. അപ്പൊ അതിലേക്ക് പോകുന്നില്ല. ചെറുപ്പക്കാരെ മാപ്പ് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ അതിലേക്ക് വിടുന്നില്ല. ക്ലോസറ്റ് മോഡൽ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് തോണ്ടി കളിക്കുക, നല്ല റാഹത്ത്, തീട്ടം വാരി നാക്കി വെക്കുക. അതിനൊക്കെ ഇഷ്ടമാണ്. അതിനൊക്കെ ഇടുമ്പോഴും നല്ല കോട്ടും സൂട്ടും. പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ല വസ്ത്രമില്ല. സമൂഹം എവിടം വരെ എത്തിപ്പോയി. പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ല വസ്ത്രമില്ല. ചിന്തിക്കും. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? നല്ല വസ്ത്രം ധരിക്കുന്നവരുണ്ടോ? നമസ്കരിക്കാൻ പോകുമ്പോൾ നല്ലൊരു ശുഭവസ്ത്രം, വെള്ള വസ്ത്രം കൃത്യമായി ധരിക്കുന്നവരുണ്ടോ? തലയിൽ തൊപ്പി വെക്കുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെട്ട വസ്ത്രവിധാനമാണോ നമ്മൾ ധരിക്കുന്നത്? നമ്മുടെയൊക്കെ നമസ്കാരം എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ല? ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇനിയും നമ്മൾ ചിന്ത വെച്ചിട്ടില്ല എങ്കിൽ എവിടെ എത്തും? എന്തുകൊണ്ട് നമസ്കാരം പാഴായി പോകുന്നു? ഞാൻ 5 വഖത്ത് നിസ്കരിക്കുന്നവരാണ് ഉസ്താദേ, എന്നിട്ടും അള്ളാഹു എനിക്ക് ഈ മഹാമാരിയെ തൊട്ട് കാവല് നൽകിയില്ല. എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും കൊറോണ വന്നു. പലരും പറയുന്ന ഡയലോഗ്. നിന്റെ വസ്ത്രവിധാനത്തിലും നിന്റെ ഭക്ഷണത്തിലും നിന്റെ പാർപ്പിടത്തിലുമൊക്കെ പലിശ കടന്നു വന്നിട്ടുണ്ടോ? ചിന്തിക്കണം. നിന്റെ നമസ്കാരം കൃത്യത പാലിച്ചിട്ടുണ്ടോ? അതിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വന്നിട്ടുണ്ടോ? നീ നാഥനായ റബ്ബിലേക്ക് നിന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ ഒരു 5 മിനിറ്റെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നീ തയ്യാറായിട്ടുണ്ടോ? സുജൂദിൽ കിടന്നിട്ട് ദുആ ഇരുന്നിട്ടുണ്ടോ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഖറബു മാ യഖൂലുൽ അബ്ദു മിർ റബ്ബിഹി അസ്സ വജല്ല വഹുവ
സാജിദുൻ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബ അല്ലാഹുവിലേക്ക് ഒരു അടിമ അടുക്കുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഏതെന്നറിയുമോ? വഹുവ സാജിദുൻ, വഹുവ സാജിദുൻ. അവൻ സുജൂദിലായിരിക്കുകയാണ്, അവൻ നമസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫക്സിറൂ ഫീഹി ദുആ. അതുകൊണ്ട് നമസ്കാരത്തിൽ സുജൂദിൽ കിടക്കുമ്പോ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുജൂദിൽ കിടക്കുമ്പോൾ ശരിക്കും ദുആ ഇറക്കാം. അതിന് ദുആ നമ്മൾ പഠിക്കണം. അറബിയിൽ ശരിക്കും ദുആ ഇറക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി അറബി എന്ന് അറിയില്ലേ, മലയാളത്തിൽ വിഷമങ്ങൾ മനസ്സുകൊണ്ട് പറയും. നാവുകൊണ്ട് ഒരിക്കലും പറയണ്ട, ലഫ്ള് ഉച്ചരിക്കാൻ പാടില്ല, മനസ്സുകൊണ്ട് പറയാനില്ല, മനസ്സുകൊണ്ട് സംസാരിക്കാൻ. അതൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഒരാളിങ്ങനെ ഇരുത്തിയിട്ട് നമ്മൾ മറ്റവനിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുമ്പോൾ തന്നെ അവര് തിരിയുന്നുണ്ട്. സംഭവം എന്താണ്? അല്ല, അത് പോയി എടുത്തു മാറ്റാനാണ് ഇയാൾ പറയുന്നത്. നമ്മളിങ്ങനെ ചിലരെ കളിയാക്കിയിട്ട് ഇങ്ങനെ കാണിക്കില്ല, പോസ്റ്റ് കാണിക്കില്ല. അങ്ങനെ കാണിക്കുന്നവന് പിന്നെ പടച്ചോറപ്പിനോട് മനസ്സുകൊണ്ട് പറഞ്ഞു നല്ലതുപോലെ പറയാൻ പറ്റും. അറബിയിൽ അറിയില്ല, ലാംഗ്വേജ് അറിയില്ല എങ്കിൽ നീ എന്ത് ചെയ്തോ? മനസ്സുകൊണ്ട് റബ്ബിനോട് സംസാരിക്കും. വിഷമങ്ങളൊക്കെ പറയും, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയും, സാമ്പത്തികമാകുന്ന എല്ലാ പരാധീനതകളും പറയും. എല്ലാം റബ്ബ് അരുത് വരുത്തും. നീ റബ്ബിനോടൊന്ന് പറയണം, മനസ്സ് തുറക്കണം. അതിനാണ് നമസ്കാരം. ബഅദാദ് ഇബ്നു അബീ തുൽഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സഅൽതു സൗബാന, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയായ സൗബാന റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ സൗബാൻ, സൗബാനേ, സൗബാനേ, അല്ലിംനി അലാ അമലിൻ യുഖർരിബുനി ഇലല്ലാഹ്. ബഅദാദ് ഇബ്നു അബീ തുൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയായ സൗബാനിനോട് ചോദിക്കുകയാണ്, സൗബാനേ, സൗബാനേ, എനിക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളതാകുന്ന ഒരു അമല് പഠിപ്പിച്ചു തരണേ, പഠിപ്പിച്ചു തരണേ. സൗബാന റളിയല്ലാഹു തആല അൻഹു അല്പനേരം മൗനം അവലംബിച്ചിട്ട് പറയുകയാണ്, സഅൽതു റസൂലല്ലാഹ്, ഞാൻ ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായി. സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ദാലിക, ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത്, അലൈക ബികസറത്തി സുജൂദ്, ഈ പരിശുദ്ധമായ നമസ്കാരത്തിൽ സുജൂദ് അധികരിപ്പിക്കണേ, സുജൂദ് അധികരിപ്പിക്കണേ. ഫൈനക ലാ തസ്ജുദു ലില്ലാഹി സജദതാ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജാ വഹുത്തക ബിഹാ ഖതിയതാ. നീ ഒരു സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്കുള്ള പദവി നിനക്ക് ഉയർത്തുകയാണ്. ഓരോ സുജൂദും നീ പടച്ച റബ്ബിന്റെ മുന്നിൽ ചെയ്യുമ്പോൾ, ഓരോ സാഷ്ടാംഗവും റബ്ബിന്റെ മുന്നിൽ നീ സമർപ്പിക്കുമ്പോൾ അല്ലാഹു നിനക്കൊരു ദറജ ആഖിറത്തിലേക്ക് ഉയർത്തി തരുകയാണ്. നിന്റെ ഒരു പാപം അല്ലാഹു താഴ്ത്തി കളയുകയാണ്, ഒരു പാപത്തെ അല്ലാഹു ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് സുജൂദ് നീ അധികരിപ്പിക്കണേ. സുജൂദിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുമെന്ന് എന്നോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് സൗബാന റളിയല്ലാഹു അൻഹു ബഅദാദ് ഇബ്നു തുൽഹയോട് പറഞ്ഞുവെങ്കിൽ, കാസർഗോഡുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നമസ്കരിക്കുന്നവരാണ്, നമസ്കരിക്കുന്നവരാണ്. പക്ഷേ നമസ്കാരത്തിൽ നാം സുജൂദ് ദൈർഘ്യത വെക്കുന്നില്ല. ആ സുജൂദിൽ പടച്ച റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ, ചോദിച്ചു വാങ്ങേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറക്കുകയാണ്, അറക്കുകയാണ്. അതുകൊണ്ട് സുജൂദിലേക്ക് കൂടുതലായി അടുക്കണേ. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് സുജൂദ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുജൂദിൽ ഇന്ന് മുതൽ എപ്പോഴും നമ്മൾ അങ്ങനെ കിടക്കാം. സുജൂദിൽ അങ്ങനെ കടന്നു പോയിക്കേ, നമ്മുടെ ഈ നട്ടലിന് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ ഇങ്ങനെ പോകും, രക്തത്തിന്റെ നല്ല പ്രവാഹം, ഓട്ടം തലച്ചോറിലേക്ക് പോയിട്ട് കുറച്ചു നേരം കടന്നു തലകുത്തി കിടക്കുന്നില്ല. ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ തന്നെ നമ്മുടെ കറക്റ്റ് ചുമലിന് നേരെ കൈകൾ വെച്ച് നല്ല റാഹത്തായിട്ട് കടന്നു വയ്ക്കുക. തുടയല് നമ്മുടെ ഈ വയറിനോട് ചേരാൻ പാടില്ല. പുരുഷന്മാര് കിടക്കുമ്പോഴത്തേക്ക് അല്ലാഹ് റാഹത്തായിട്ട് കിടക്കും. തലയാണേൽ വെച്ചു കൊടുത്ത് അയവനോടെ കിടന്നു.
അങ്ങനെയല്ല, അത് പെണ്ണുങ്ങളാണ് അങ്ങനെ വേണ്ടത്. അവരുടെ തുടയും അവരുടെ വയറും ചേരുക, അതോടൊപ്പം തന്നെ കൈ രണ്ട് ഇങ്ങനെ പരത്തിയിട്ടിട്ട് മാറിനോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കടന്ന് സുജൂദ് ചെയ്യണം. സ്ത്രീകളുടെ നാടല്ല. എന്തുകൊണ്ട്? അവരുടെ മാറിനോട് ഒന്നും പുറത്തേക്ക് കാണാൻ പാടില്ല. അവരിങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ ഉയർത്തി എന്ന് കഴിഞ്ഞാൽ ശരിയാവൂല. അതുകൊണ്ട് അവരോട് അങ്ങനെ കിടക്കാൻ പറഞ്ഞു. അതൊക്കെ നോക്കണം. ഇസ്ലാം മതം എത്രത്തോളം സുരക്ഷിതത്വം നൽകുന്ന മതമാണ്. പുരുഷന്മാരെന്ത് ചെയ്യണം? നല്ലതുപോലെ കൈ നല്ല റാഹത്തായിട്ട്, വയറും കൊണ്ട് മുട്ടാൻ പാടില്ല. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ നല്ല റാഹത്തുണ്ടാവും. ആ സുജൂദ് ഒരു മിനിറ്റ് ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ അത് എഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ പറഞ്ഞ് ശരിയാട്ടാ, നല്ല ബ്ലഡിന്റെ സർക്കുലേഷൻ ചെയ്യൂല. നമുക്കാരും വീട്ടിൽ പോയിട്ട് തലകുത്തി മറിയലായിരിക്കും. എന്തോ ആയിക്കോട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെയ്തു നോക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ്. അപ്പോഴാ ഉന്മേഷം. നമസ്കാരം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നല്ലൊരു അമലായത്? നല്ല ആരോഗ്യം കിട്ടും നമസ്കാരം ചിട്ട വെച്ച. സുന്നത്തുകൾ അധികരിപ്പിക്കുന്നത് കൂടുമ്പോൾ നല്ല ഉന്മേഷം ഉണ്ടാവും. നിനക്ക് നല്ല സിസ്ലായിക്ക് വേണം, നല്ല ഉന്മേഷം വേണം, നമസ്കാരം കറക്റ്റ് ആയാൽ മതി, വേറൊന്നും വേണ്ട. സുന്നത്തുകൾ അധികരിപ്പിക്കുക. ഈ ഓട്ടോ ചാട്ടോ ഒക്കെ നിനക്ക് ഇവിടെ കിട്ടും. എല്ലാ വ്യായാമവും, രക്തത്തിന്റെ പ്രവാഹം കറക്റ്റ് ആവും, ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആവും, എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. അതല്ലേ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ അമലേനാണ്. ഇത് ചെറുപ്പത്തിൽ മദ്രസത്തിൽ പഠിച്ചോളൂ, അല്ലാതെ ചെയ്തിട്ടില്ല. രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഓടുകയാണ്. ഫർദ് നിസ്കരിക്കാൻ പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും, എന്നാലും സുന്നത്ത് നിസ്കരിക്കാൻ അകത്തോട്ട് കയറൂല. പള്ളിയുടെ വാതിൽ അവിടെ വീട് വലിച്ചുകൊണ്ടിരിക്കുക. ബാത്റൂമിൽ കയറി അവിടെ കുറ്റിവീടി എല്ലാം. പുതിയ പള്ളി ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് കുറ്റിവീടി കൊണ്ട് നിറയും. അതാ നമ്മുടെ പരിപാടി. വീടി വലിക്കാൻ വേണ്ടി കയറുക പള്ളിയുടെ ഓപ്പോസിറ്റ്. വീട്ടിൽ നിന്ന് വരുന്ന തന്നെ ഇവിടെ റാഹത്തായിട്ട് വെളിക്കിറങ്ങിയിട്ട് പോവാ. അങ്ങനത്തെ നീയത്തിലുള്ള ആളുകൾ ഇവിടെയല്ല, ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. പള്ളിയിലെ ബാത്റൂം കാണുമ്പോ, ടോയ്ലറ്റ് കാണുമ്പോ റാഹത്താകണം, അതിനുവേണ്ടി നീയത്ത് വെക്കുന്ന ചില ആളുകൾ. വീട്ടിലെല്ലാ സൗകര്യം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ചില വഴിയാത്രക്കാർ, അങ്ങനെയുള്ള ആളുകൾക്ക് കൃഷിയല്ല, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല. ചില ആളുകൾ തന്നെ സിഗരറ്റ് വലിക്കാം, മുറുക്കാൻ വലിച്ചിട്ട് അവിടെയൊക്കെ തുപ്പി ഹറാബാക്കി വെക്കുക. പള്ളിയുടെ കൊലയിലൊക്കെ മിക്ക പള്ളികളിലെയും ഇതാണ്, തുപ്പിയിട്ട് അവിടെയൊക്കെ ഹറാബാക്കി വെക്കുക. എത്ര വൃത്തിയാക്കിയാലും പിന്നെ അതിൽ ശരിയാവും. ഇത് ഇത്രയും കാശ് മുടക്കി റെഡിയാക്കി വെച്ചിട്ട് അതെല്ലാം ഹറാബാക്കാൻ വേണ്ടി തന്നെ ആളുകൾ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പള്ളിയിലേക്ക് പോകാൻ തന്നെ സാധിക്കുക എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. മന്നതാ മസ്ജിദൻ ലില്ലാഹി ഫഹുവ ഹല്ലുഹു. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ചെല്ലാൻ സൗഭാഗ്യം കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. പള്ളിയുമായി ബന്ധപ്പെടുക, പള്ളിയിൽ എപ്പോഴും സഹവസിക്കുക, ആ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമുള്ളവർക്കാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഫഹുവ ഹല്ലുഹു, അതവന്റെ ഭാഗ്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വീട് നിനക്കൊരു അഭയകേന്ദ്രമായത്. അതുകൊണ്ടാണല്ലോ വീട്ടിൽ കയറുമ്പോ ഏത് കാല് വെച്ച് കയറണം? വലത് കാല്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഏത് കാല്? ഹജ്ജിന് പോയാൽ ഏത് കാല് വെച്ചാൽ മതി? ചിലര് ഹജ്ജിന് പോകുമ്പോ ഇങ്ങനെ കളിക്കുക, ഏത് കാല് വെക്കണോ. അവസാനം ഒരുത്തനുണ്ട് ഒരൊറ്റ ചാട്ടം കൊടുത്തു. അപ്പൊ പിന്നെ ആർക്കും മസല ഒരു കുഴപ്പമില്ല. ഇടതുകാല് വെക്കണോ വലതുകാല് വെക്കണോ, അതാ ആശങ്ക. കാരണം ഹജ്ജ് എന്ന് പറയുന്നത് വലിയൊരു അമലല്ലേ, എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ചതല്ലേ. എന്ത് കാര്യത്തിന് പോയാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് മതി? ഇടതുകാല്. പള്ളിയിലേക്ക് കയറുമ്പോ വലതുകാല്. അതേപോലെ വീട്ടിലേക്ക് കയറുമ്പോഴുള്ളത് പോലെ തന്നെ പള്ളി അഭയകേന്ദ്രമാണ്. കാരണം അള്ളാഹുവിന്റെ വീടാണിത്, ഏറ്റവും വലിയ അഭയകേന്ദ്രം. അതുകൊണ്ടാണ് എന്ത് വിഷമമുണ്ടായാലും നബിതങ്ങൾ സ്വന്തം വീട്ടിൽ ഇറങ്ങിയിട്ട് നേരെ പള്ളിയിൽ ചെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വിഷമം പറയും സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം വീട്ടിലുള്ളവരെക്കാളും നാട്ടുകാരോടും കൂട്ടുകാരോടും അയൽവാസികളോടും ബന്ധുക്കളോടും ഒക്കെ വിഷമങ്ങൾ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പടച്ചറപ്പിനോട് പറയലാണെന്ന് പരിശുദ്ധ പ്രവാചകൻ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചകൻ നേരെ ചെല്ലുന്നത് പള്ളിയിൽ, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് പറയും. അല്ലാഹുവിനോട് നമ്മളും അങ്ങനെ ആകണം.
പള്ളിയിലെത്താൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ അർശിന്റെ തണൽ ലഭിക്കുന്നത് ആർക്കാണ്? 7 വിഭാഗം എണ്ണിയതിൽ പരിശുദ്ധ പ്രവാചകൻ എണ്ണുകയാണ് അല്ലാഹുവിന്റെ പള്ളിയുമായി ഹൃദയബന്ധമുള്ളതാകുന്ന ആൾക്ക് അർശിന്റെ തണൽ അല്ലാഹു നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു അർശിഹി. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന വേളയിൽ എല്ലാ ജനകോടികളും വിറങ്ങലിച്ചു നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശിന്റെ തണല് ഒരു വിഭാഗത്തെ അല്ലാഹു പൊതിയുമത്രേ. വഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. അവന്റെ ഹൃദയം എപ്പോഴും പള്ളിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നവനാണ്. രാവിലെ സുബഹി നമസ്കരിക്കാൻ പള്ളിയിൽ വന്നവനാണ്. നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴും അവന്റെ ചിന്ത ഇതാ ളുഹറിന് പള്ളിയിൽ എത്തണമെന്നുള്ള ചിന്തയാണ്. ളുഹർ നമസ്കരിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴും അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള ചിന്ത ഇതാ അസ്ർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് ജമാഅത്തിന് വരണമെന്നുള്ളതാണ്. അടുത്തിന്റെ ബാങ്കിന്റെ വിളി, മഗ്രിബിന്റെ ബാങ്കിന്റെ മൊഴി, അത് കേൾക്കുമ്പോൾ തന്നെ സുന്ദരമായ ആ ബാങ്കിന്റെ മധുരമൊഴി കർണനാദത്തിലേക്ക് അലയൊലി കൊള്ളുന്നതിന് മുമ്പ് തന്നെ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണമെന്നുള്ള ചിന്തയാണ്. ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള മനോഹരമാകുന്ന ശബ്ദം അവൻ ഇതാ കർണപുടത്തിലേക്ക് അലയൊലി കൊള്ളുന്നതിന് മുമ്പ് നമസ്കരിക്കാൻ വരണേ എന്നുള്ള ചിന്തയാണ്. ഈ ചിന്ത വെക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. പള്ളിയിൽ പ്രവേശിച്ചവന് അർശിന്റെ തണൽ എന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? വഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്നവൻ അവൻ അർശിന്റെ തണൽ. പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ടിട്ടുള്ളൂ അങ്ങനത്തെ എന്തുണ്ട്? അർശിന്റെ തണലുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ചിന്തിക്കണം. പള്ളിക്കകത്ത് കയറിയിരിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, പള്ളിയോട് ബന്ധപ്പെട്ട് കണക്ഷൻ വെക്കുന്നവൻ, ആ പള്ളിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന കമ്മിറ്റി ഭാരവാഹികൾ, അവർക്ക് കിട്ടുന്ന നേട്ടം ആ പള്ളിയുടെ കാര്യങ്ങൾ പരിപൂർണമായി നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധ ചെലുത്തുന്നവർ. പള്ളിയിൽ ചെലന്തി വില കിടക്കുന്നു, അത് അടിച്ചു തൂക്കാൻ വേണ്ടി ആരെയും വിളിക്കണ്ട, സ്വന്തമായിട്ടൊരു ചൂലെടുത്തിട്ട് അത് വൃത്തിയാക്കുന്നവൻ, അതുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവൻ. അർശിന്റെ തണൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ല, വലിയ തൗഫീഖാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമാണോ? ഇതൊരു ഉത്തരവാദിത്തമാണ്, ഭയങ്കര ഉത്തരവാദിത്തമാണ്. പള്ളി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ഓരോരുത്തരും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും ഹക്കിടപാടുകളുണ്ട്, അമാനത്തുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളാണ്. നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാകണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു തന്ന ദൗത്യങ്ങളെ പരിപൂർണമായി നമ്മൾ നിർവഹിക്കണം. അപ്പോഴേ മുഅ്മിനാവുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ അല്ലാഹു നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചതാണ് നമസ്കാരം, നോമ്പ്, റമദാൻ നോമ്പ്, പരിശുദ്ധമായ സകാത്ത്, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം. ഇതൊക്കെ പടച്ചറപ്പ് നമ്മളിലേക്ക് ഏൽപ്പിച്ചതാ. ആ ഹക്കടപാടുകൾ നമ്മൾ ഏറ്റെടുത്തു. മുസ്ലിമീങ്ങൾ നമ്മൾ അത് പാലിക്കണം. നമ്മൾ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഹക്കടപാടുകൾ പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിക്കണം. അപ്പോഴേ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ. കടമകളാണ് ഇത്, കടപ്പാടുകളാണ്. അമാനത്ത് എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല, വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഓരോരുത്തർക്കും ഉണ്ട് അമാനത്ത്. ഭർത്താവിന് ഭാര്യയോടുണ്ട് കടപ്പാടുകളും കടമകളും, ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ട് കടമകളും കടപ്പാടുകളും. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബക്കാരോടുണ്ട് നമുക്ക് കടമകളും കടപ്പാടുകളും, നാട്ടുകാരോട് നമുക്ക് കടമകളും കടപ്പാടുകളും, അയൽവാസികളോട് നമുക്ക് കടമകളും കടപ്പാടുകളും, നാട്ടിലുള്ളതാകുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടതാകുന്ന ആളുകളോടുണ്ട് കടമകളും കടപ്പാടുകളും. എന്തിനേറെ ഇവിടെ ജീവിക്കുന്നതാകുന്ന ജീവജാലങ്ങളോടും സസ്യലതാദികളോടും എല്ലാം മുസ്ലിമീങ്ങൾക്ക് കടപ്പാട്. മുസ്ലിമാണോ? നിനക്ക് കടപ്പാടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാത്തിനോടും കടമകളും കടപ്പാടുകളുണ്ട്. അത് പരിപൂർണമാകുമ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ, വിജയിക്കുകയുള്ളൂ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون أولئك هم الوارثون الذين മുന്നിൽ നിലകൊള്ളുമ്പോൾ അവർ ഭയത്തോടു കൂടി നിലകൊള്ളുന്നവരാണ്. പടച്ചറപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം അവരുടെ മനസ്സിന്റെ അകത്തലങ്ങളെ തുടികൊള്ളുന്നവരാണ്. അതുകൊണ്ട് അവരെടുക്കുന്ന അവർ ശ്രദ്ധിക്കുന്നവരാണ്. അവർ വർത്തമാനം പറയാതിരിക്കുന്നവരാ. ആവശ്യമില്ലാത്ത ഫനായും ഫസാദിലും ഏർപ്പെടാതെ വളരെ ഭയഭക്തിയോടുകൂടി പള്ളിയിലേക്ക് ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി കയറുന്നവരാണ്. ഇതിരിക്കുന്നത് പടച്ചറപ്പിന്റെ മുന്നിലാണ്, ഞാൻ അല്ലാഹുവിന്റെ മുന്നിലാണ് നമസ്കരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടിയാണ് അവൻ കൈകെട്ടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ലയോ, മൻ ഖാമ ഇല സ്വലാ, ആരെങ്കിലും നമസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവന് അല്ലാഹുവിന്റെ ഇടയിലുള്ള വാതിലുകളെ അല്ലാഹു തുറന്നു കൊടുക്കുകയാണ്. ഏഴാം ആകാശത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറക്കുകയാണ്. ആലമുൽ ജബറൂത്ത് മാറുകയാണ്. ആലമുൽ മലകൂത്ത് അവന്റെ മുന്നിൽ തുറക്കുകയാണ്. ആലമുൽ നാസൂത്ത് അവന്റെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. ഏഴ് ആകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ അർശിന്റെ ഉടമസ്ഥനായ പടച്ചറപ്പിലേക്കുള്ളതാകുന്ന എല്ലാ കവാടങ്ങളും അവന്റെ മുന്നിൽ ഇതാ തുറക്കപ്പെടുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വടവൃക്ഷങ്ങളിലെ കളഭൂതലങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയല്ലാതെ അക്ഷരം നിശ്ചയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും അവന്റെയും ഇടയിലുള്ള മറ അല്ലാഹു പരിപൂർണമായി നീക്കുമത്രേ. ഒരു വ്യക്തി നമസ്കരിക്കാൻ നിൽക്കുമ്പോഴെന്ന് ഹബീബുനാ റസൂലുള്ളാഹി, നമസ്കാരത്തിൽ ഭയഭക്തി വേണേ മുഅ്മിനേ. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയഭക്തിയുള്ള മുഅ്മിൻ തീർച്ചയായും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. الذين هم على صلاتهم يحافظون. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇതാ വിശദീകരിച്ചുകൊണ്ട് ഓരോന്നായി പറയുകയാണ്. തന്റെ ഗുഹ്യത്തെ അന്യരിൽ നിന്ന് സംരക്ഷിക്കുന്നതാകുന്ന സ്ത്രീ പുരുഷന്മാര് അവർ വിജയിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റഊൻ. ഹക്കിടപാടുകളെ സൂക്ഷിക്കുന്നവരാരാണോ, ഹക്കിടപാടുകളെ ശ്രദ്ധിക്കുന്നവരാരാണോ, ഏറ്റെടുത്തതാകുന്ന ദൗത്യങ്ങൾ പരിപൂർണമായി നിർവഹിക്കുന്നവരാരാണോ അവരും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ.
കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഏറ്റെടുത്ത ദൗത്യങ്ങൾ, അമാനത്തുകൾ, ഹക്കടപാടുകൾ ശ്രദ്ധിക്കണം. അത് ഇട്ടേച്ചങ്ങോട്ട് പോകാൻ പാടില്ല. ഞാൻ ഏറ്റെടുത്താണ്, നമ്മൾ റാഹത്താൻ വേണ്ടി, കമ്മിറ്റിയിലൊന്ന് ഇരിപ്പിടം കിട്ടാൻ വേണ്ടി ഏറ്റെടുത്താണ്. അങ്ങനെ ആകാൻ പാടില്ല. എല്ലാ വിഷയത്തിലും വിവാഹം കഴിക്കുന്നവൻ ഭാര്യയെ പോറ്റാൻ കഴിവില്ലെങ്കിൽ നോമ്പ് പിടിച്ചു കഴിയണമെന്നാണ് വിശുദ്ധ ഇസ്ലാം. ഇത് പെണ്ണ് കെട്ടിയിട്ട് റാഹത്തായിട്ട് ഇവൻ ബേക്കൽ കോട്ടയിൽ പോയി ഇരിക്കാൻ, കടപ്പുറത്ത് പോയി ചൂണ്ടേറിഞ്ഞിട്ട് പെണ്ണിനെ അമ്മായിപ്പം പോറ്റിക്കോട്ടെ. പറ്റൂല. വിവാഹം കഴിക്കുന്നവന് കഴിവില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്? എന്ത് ചെയ്യണം? ചൂണ്ടയിടണം, നോമ്പ് തോറ്റണം. ഇത് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാപ്പാട് തേപ്പിച്ചേക്കാം, നോക്ക് ചെലവ് കൊടുക്കണം, റാഹത്ത. പിന്നെ ഇവ ജോലിക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെ റാഹത്തായിട്ട് ഇരിക്കും. അങ്ങനെ കുറെ പേരുണ്ട്. മാറി ചിന്തിച്ചോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നതുപോലെയാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ പിന്നെ കൈയ്യട്ടിരിക്കാൻ പറ്റൂല, പണിയെടുക്കണം. ഓരോരുത്തർക്കും അവരവർക്കുള്ള ഹക്കടപാടുകൾ, അത് ഓരോരുത്തരും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും കുടുംബനാഥനാണോ, നിന്റെ കുടുംബത്തോടുള്ള ഹക്കടപാടുകൾ തീർത്തിരിക്കണം. കമ്മിറ്റി ഭാരവാഹികളാണോ, പള്ളിയോടുള്ള കമ്മിറ്റി ആ ഭാരവാഹിത്വം പരിപാലനം പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിച്ചിരിക്കണം. അങ്ങനെ പൂർത്തീകരിക്കുന്ന മുഅ്മിനീങ്ങളാണ് വിജയിച്ചവർ. പൂർത്തീകരിക്കാത്തവർ വിജയിച്ചിട്ടില്ല. അതാണ് ഖുർആൻ പറഞ്ഞതിന്റെ ആശയം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസ് അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമാ യഅദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നിങ്ങളോട് കൽപ്പിക്കുന്നത് അൻതഹകുമൂ ബിൽ അദ്ൽ അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലയോ ഭരണകർത്താക്കളെ, പരിപാലന സമിതി അംഗങ്ങളെ, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ പരിപൂർണമായി ശ്രദ്ധിക്കണേ. ഖുർആൻ പറയാ, ചെറിയ ദൗത്യമല്ല നിങ്ങളോട് ഏൽപ്പിക്കപ്പെട്ടത്. പള്ളിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പള്ളിയിൽ എവിടെയെങ്കിലും ടാപ്പ് പൊട്ടിക്കിടപ്പുണ്ടോ നോക്കണം, ബാത്റൂമിലുണ്ടോ, വെള്ളം ചോരുന്നുണ്ടോ, കമ്മിറ്റിക്കാര് ശ്രദ്ധിക്കണം. എപ്പോഴും പള്ളിയായിട്ട് ബന്ധം വേണം. സദാസമയം വരണം, പള്ളിയിൽ വഖത്തിന് വരണം. നിസ്കാരം കമ്മിറ്റിയിൽ പാടില്ലല്ലോ, നിസ്കാരം വേണം, നിർബന്ധം. അതാണ് ഇതിന്റെ കണ്ടീഷൻ. കമ്മിറ്റിക്കാരനാകണമെന്നുള്ളതിൽ തന്നെ അതിന്റെ കണ്ടീഷൻ, നിയമവ്യവസ്ഥയുണ്ട്, അതിന്റെ ക്വാളിഫിക്കേഷൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളാരും പറയാൻ പരിപാലന സമിതി അംഗങ്ങളിൽ വരണമെങ്കിൽ തന്നെയുള്ള ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതില്ലാത്തവർ അസ്സലാമു അലൈക്കും, നമുക്കിത് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞവര് പോവുക. എന്താണ് ക്വാളിഫിക്കേഷൻ? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇന്നമാ യഅമുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ തൗബയിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഇന്നമാ യഅമുറു മസാജിദല്ലാഹ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളി പരിപാലിക്കാൻ അർഹരായവർ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് പള്ളിയുടെ പരിപാലനം പറ്റുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ചില മക്ബറകളുള്ള പള്ളി ഉണ്ടാകും, അതുപോലെ കോംപ്ലക്സുകൾ ഉള്ളതാകുന്ന പള്ളി കമ്മിറ്റിക്കാരുണ്ടാകും.
പൈസ എടുത്തിട്ട് റാഹത്തായിട്ട് റോൾ ചെയ്യാം. കുറച്ചൊരു 10 ലക്ഷം എടുത്തിട്ട് അല്ലെങ്കിൽ 20 ലക്ഷം എടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് മറിച്ച് മകന്റെ കല്യാണത്തിന് ചെലവഴിച്ച് ഒക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കണക്ക് വയ്ക്കുമ്പോൾ തിരിച്ചു വെച്ചാൽ മതി. ആ പരിപാടിയൊന്നും പറ്റൂല. അതാണ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിനെ കൊണ്ടും വിശ്വസിക്കണം, അന്ത്യദിനത്തിലും വിശ്വാസം വേണം. പടച്ച റബ്ബിന്റെ അടുത്ത് നാളെ പിടുത്തം വീഴുമെന്നുള്ളൊരു ബോധമുള്ളവരെ പള്ളിക്കമ്മറ്റിക്കാതിരിക്കുകയുള്ളൂ. ഇന്നമ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹസ്ർ താലിയുടെ താലിയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാകുന്ന ഓരോ ഘടകങ്ങളിലും ഉൾപ്പെടണം. ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലിക്കാൻ അർഹത എന്നർത്ഥം. അള്ളാഹുവിനും വിശ്വാസം വേണം, അന്ത്യദിനത്തിലും വിശ്വാസം വേണം. അങ്ങനത്തെ ഒരുത്തനെ പള്ളി കമ്മിറ്റിയിൽ ഇരിക്കാൻ അർഹതയുള്ളൂ. തീർന്നില്ല, വീണ്ടും ഉണ്ട് നിയമം. അത് പഠിക്കണ്ടേ? നമ്മുടെ പള്ളി മാത്രമല്ല കേട്ടോ. ഇപ്പൊ പള്ളിയോട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞാൻ മഹല്ല് പരിപാലനം എന്നുള്ള വിഷയമായിട്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവരോട് ഉത്സാഹം അവരെന്ത് പറയാം? അങ്ങനെയൊന്നും ഇത് എല്ലാ മഹല്ല് കമ്മിറ്റിക്കും ഉൾപ്പെടാൻ വേണ്ടി ലൈവല്ലേ, പേര് കേൾക്കട്ടെ, എല്ലായിടത്തും എത്തണ്ടേ? ഇതൊക്കെ ദീനല്ലേ, ജനങ്ങൾക്ക് പഠിക്കണ്ടേ, അറിവെത്തണ്ടേ ജനങ്ങൾക്ക്. ലോകത്തുള്ള എല്ലാ മഹല്ല് സമിതികളും ഈ വിഷയത്തിലാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്. ഖുർആനല്ലേ, ഈ ഖുർആൻ ആയത്തുകൾ അവിടെ കടന്നാൽ മതി. നമ്മൾ പഠിക്കണ്ടേ, സമൂഹം മനസ്സിലാക്കണ്ടേ, ആരാണ് പള്ളി പരിപാലിക്കേണ്ടവർ, അവരുടെ ഉത്തരവാദിത്വം എന്ത് മനസ്സിലാക്കണം നമ്മൾ. നമസ്കാരം 5 വഖത്ത് പരിപൂർണമായി നിർവഹിക്കുന്നവർക്ക് മാത്രമാണ് പള്ളിയുടെ പരിപാലനം പറ്റുക എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാതെ ജുമായിക്ക് മാത്രം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, പിന്നെ കാണുന്നില്ല ആ പരിപാടി. 5 വഖത്ത് ഒന്നാമത്തെ സഫിൽ അവിടെ കാണാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ ശരിയാകുക. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആൾ. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ആയിട്ട്, അക്യുറേറ്റ് ആയിട്ട്, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നവർ, അതാണ് ഇഖാമത്ത്. നിലനിർത്താൻ കറക്റ്റ് ആയിട്ട് നിലനിർത്തുക. സമയം ഒന്നും അങ്ങോട്ടോ തെന്നി മാറുന്നില്ല. അങ്ങനെ തന്നെയാണല്ലോ ഇഖാമത്ത് കൊടുക്കാൻ. നമ്മള് പള്ളിയിലെ ഇഖാമത്ത് കൊടുക്കാൻ മോദിനെ കണ്ടില്ല, ഓക്കെ അയാളെ ശമ്പളം തന്നെ കേട്ടാ, അത് നമ്മുടെ പരിപാടി. നമ്മൾ ആ വിഷയത്തിൽ കറക്റ്റ് ആയിട്ട് അവിടെ നിൽക്കേണ്ട ആൾക്കാർ നോക്കാം. ഇഖാമത്ത് കറക്റ്റ് തമിഴ് വേണം. എന്നതുപോലെയാണ് അതേ വാക്ക് തന്നെ അല്ലാഹു ഉപയോഗിച്ചു. നമസ്കാരം അക്യുറേറ്റ് ആയിരിക്കണം. നമസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിക്കാൻ പാടില്ല, കറക്റ്റ് ആയിട്ട് നിസ്കരിക്കണം. തീർന്നില്ല, വർഷാവർഷം കണക്കെടുത്തിട്ട് തന്റെ സമ്പത്തിൽ നിന്നും തന്റെ കച്ചവടത്തിൽ നിന്നും പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട വിഹിതം കൃത്യമായി കൊടുത്തിരിക്കണം. പള്ളി കമ്മിറ്റിയിൽ അധികാരം പറ്റാൻ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് ചോദിക്കുമ്പോ മറ്റുള്ളവരോട് ചോദിക്കുക, കൊടുക്കാറുണ്ട് സക്കാത്ത് ആദ്യം ഇവിടെ വിഷയം കൊടുക്കണം. അതാ പറഞ്ഞത്, സക്കാത്ത് കൊടുക്കുന്നവനായിരിക്കണം. സക്കാത്തില്ലാത്തൊരു പാവം പിടിച്ചവനാണ് പള്ളി കമ്മിറ്റിയിലുള്ളത്, പ്രസിഡന്റ് ആയതല്ലേ സെക്രട്ടറി ആയത് വിഷയമില്ല. സമ്പന്നൻ അവന്റെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കണം. കറൻസിയുടെ സക്കാത്ത് ഉണ്ട്. ഫിത്ർ സക്കാത്ത് മറ്റേ 2.5 കിലോ അരി കൊടുക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്, അതെല്ലാരും കൊടുക്കുന്നതാണ്. ആകെ അത് മാത്രം വീട്ടിലുള്ള 5 പേരെ കണക്കാക്കിയിട്ട് 12.5 കിലോ അരി കൊണ്ട് കൊടുത്തേക്കും. അതല്ല ഈ പറയുന്നത്, അത് ശരീരത്തിന്റെ സക്കാത്താണ്. അത് നോമ്പിലുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ് ഫിത്ർ സക്കാത്ത്. അതല്ല, സമ്പത്തിന്റെ സക്കാത്ത് ഉണ്ട്, കച്ചവടത്തിന്റെ സക്കാത്ത് ഉണ്ട്. അതൊക്കെ വർഷാവർഷം കണക്കെടുത്തിട്ട് ഇത്ര രൂപയാകുമ്പോ എന്റെ നിസാബുണ്ട്, ആ തുക എത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം. സ്വർണത്തിന്റെ സക്കാത്ത് ഉണ്ട്, വെള്ളിയുടെ സക്കാത്ത് ഉണ്ട്, അതൊക്കെ കൊടുക്കണം. അതൊക്കെ കൊടുക്കുന്നവനാണ് പള്ളി കമ്മിറ്റിയിൽ ഇരിക്കാൻ അർഹനെന്ന് വിശുദ്ധമായ ഖുർആൻ പറയാൻ. തീർന്നില്ല, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ലോകത്തൊരു വസ്തുവിനെയും അവർ ഭയപ്പെടാൻ പാടില്ല. ലോകത്ത് അല്ലാതെ വേറൊരു മഹ്ലൂക്കിനെയും പേടിക്കാൻ പാടില്ല. ഒരു നിയമം ഒരു പാസ്സാക്കിയ പള്ളി കമ്മിറ്റിയിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ വരുത്തും വരണ്ട. പാസ്സാക്കുന്നത് നല്ല നിയമമായിരിക്കണം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആകാനും പാടില്ല. വേറെ വിഷയം. അല്ലാഹ് അല്ലാതെ ഒരു ഒലപ്പാമ്പിനെയും കാണിച്ച് ഇവിടെ പേടിപ്പിക്കണ്ട, വേറൊരാളെ പറഞ്ഞിട്ട് പേടിപ്പിക്കണ്ട. അള്ളാന്റെ വിഷയം വരുമ്പോ പേടിക്കും വേണം. അതാണ് പറയുന്നത്, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ വേറെ ആരെയും പേടിക്കണ്ട. റബ്ബിന്റെ വിഷയത്തിൽ നിങ്ങൾ ഈ കാര്യം ചെയ്തത് തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ആ വിഷയം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. പടച്ചോന്റെ പൊരുത്തത്തിന് മാത്രം നിലകൊള്ളുക. ചെയ്യുന്നതൊക്കെ പടച്ച റബ്ബിന്റെ പൊരുത്തം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അങ്ങനെ ചെയ്തു നോക്കിയേ. എങ്കിലോ എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും വിശ്വസിച്ചുകൊണ്ട് നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, പടച്ച റബ്ബിനെ അല്ലാതെ ലോകത്തൊരു വ്യക്തിയെയും ഭയക്കാതെ ദീനിനു വേണ്ടി ഖിദ്മത്ത് എടുക്കുന്ന, സേവനം ചെയ്യുന്ന നല്ല പരിപാലക സമിതി അംഗങ്ങളുണ്ടോ, അവർ തീർച്ചയായും സന്മാർഗത്തിൽ ഉൾപ്പെടുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അവർ ഉറപ്പായിട്ടും സന്മാർഗം ശ്രദ്ധിക്കും. ഖുർആനിൽ ഇങ്ങനത്തെ ചില പദങ്ങളുണ്ട്. ആയേക്കാം, അസ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഖുർആനിലെ മറ്റുള്ള എവിടെയെങ്കിലും കണ്ടാൽ ആയേക്കാം എന്നാണ് അറബി ഭാഷ അതിനർത്ഥം വെക്കുക. പക്ഷെ ഖുർആനിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലഅല്ല, അതുപോലെ അസ ഒക്കെ തുടങ്ങുന്ന പദം വന്നു കഴിഞ്ഞാൽ ലിത്തഹ്ഖീഖി, അത് ഉറപ്പായിട്ടും അവർ ഹിദായത്ത് സിദ്ധിക്കുമെന്നാണ് അതിന്റെ അർത്ഥം വന്ന് ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജമ്മുൽ ജവാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ഹിദായത്ത് കൊടുക്കും, ഒരു ഹിദായത്ത് സിദ്ധിച്ചവരാകും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ. പള്ളി പരിപാലിച്ച് ഈ രീതിയിൽ നിലകൊണ്ടാൽ കിട്ടുന്ന ഗുണം എന്താ? ഹിദായത്ത് കിട്ടും. ഈ ഹിദായത്താണ് നമ്മൾ 5 വഖത്ത് നിസ്കാരത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുന്നത്.